തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ ഇളയ കുഞ്ഞും കൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മകൾ ചോദിച്ചു, അപ്പ ഈ വണ്ടി ഇടിക്കുമോ? ഒരുപാട് ഭയത്തോടെ ആ പിതാവ് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, മോള് പ്രാർത്ഥിക്ക്. ഉടനെ ആ കുഞ്ഞ് വളരെ നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചു, ഈശോയെ, ഈ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കണേ. അദ്ദേഹം ഞെട്ടിപ്പോയി. ഇങ്ങനൊരു പ്രാർത്ഥന നടത്താൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ എവിടെയോ ഒരു ബസ് കൂട്ടിയിടിച്ചിട്ട് കുറേ ചില്ലൊക്കെ ചിതറിക്കിടക്കുന്ന കാഴ്ച അവൾ കണ്ടു. അവളുടെ ക്യൂരിയോസിറ്റിയാണ്, ഈ വണ്ടി ഇടിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് കാണാമല്ലോ. പക്ഷേ എന്തുകൊണ്ടോ ആ വാഹനം ഇടിച്ചില്ല. വളരെ നിഷ്കളങ്കമായിട്ടാണ് ആ കുഞ്ഞ് പ്രാർത്ഥിച്ചത്. പക്ഷെ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾ ഇത്തരത്തിലുള്ളതായി പോകാറുണ്ട്. ഈ കുഞ്ഞ് വളരെ വിശ്വാസത്തോടെയും വളരെ നിഷ്കളങ്കതയോടെയും പ്രാർത്ഥിച്ചെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ ദൈവത്തിന് സാധ്യമല്ലായിരുന്നു. ഒരിക്കൽ ആരോ ഒരു വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടിയത്? അയാളിങ്ങനെ മറുപടി പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പലതും നേടിയിട്ടുണ്ട്. നേടിയതിനേക്കാൾ എനിക്ക് നഷ്ടപ്പെട്ടതാണ് വിലപ്പെട്ടത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പ്രാർത്ഥന കാരണം എന്നിൽ നിന്ന് വിട്ടുപോയ ചിലതുണ്ട്. എൻ്റെ മുൻകോപം, എൻ്റെ വാശി, എൻ്റെ അക്ഷമ, എൻ്റെ അസൂയ, എൻ്റെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥ, നിരാശ, ഉത്കണ്ഠകൾ, ഒരുപാടെണ്ണം. നമ്മുടെയും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നേടിയതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ടും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെ ഹനിക്കുന്ന ഒരുപാട് തിന്മകൾ. ഇത്തരത്തിലുള്ള കേൾക്കപ്പെടാതെ പോയ പ്രാർത്ഥനകളെ ഓർത്തും നമ്മുടെ ജീവിതത്തിൽ നീങ്ങിപ്പോയ തിന്മകളെ ഓർത്തും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം.